67 വയസ്സായ അഷ്റഫ് ഗുരുക്കൾ ക്ഷീണിതനായാൽ മലയാള സിനിമക്ക് വേണ്ട. ക്യാൻസറിന്റെ വഴി, അഷ്റഫ് ഗുരുക്കൾക്ക് അഷ്റഫ് ഗുരുക്കളുടെ വഴി. അത് നമ്മ പദവി കഴിഞ്ഞ പോയി. കന്നഡ, തമിഴ് ഇതില് കൂടെ ഇങ്ങനെ വല്ല ആക്സിഡന്റ് ഉണ്ടാവുക. പിന്നാലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പടം ഡയറക്ട് ചെയ്തു. ആ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമായിരുന്നു മൈക്കിൾ സ്കോഫിയോസ്. അത് അങ്കമാലിൽ നടന്ന അതിന്റെ ഷൂട്ട്. അപ്പൊ അതിലൊരു റിവോൾവർ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഈ ഹൈറ്റുള്ളൊരു സ്റ്റാൻഡിന്റെ മുകളിൽ നിന്ന് ചാടി കാലുകൊണ്ട് അടിച്ചിട്ട് ആ തോക്ക് വാങ്ങണം. അതായിരുന്നു സീക്വൻസ്. അപ്പൊ അത് ഞാൻ ചെയ്ത്. എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നേരെ കണ്ണൂർ പോകണം. അവിടെ ഒരു പടമുണ്ട്. കാരണം അന്ന് ഡിസംബർ 31 അത് ബീച്ചിലാണ് ഒരാളെ ബോഡി മൊത്തം ഫെയർ ചെയ്യാനായിട്ട്. അത് സിദ്ദീഖാടെ മോനൊക്കെ അഭിനയിക്കുന്നവിടെ. അപ്പൊ ഇതുമെന്ന് എടുത്ത് ചാടി ഞാൻ ലാൻഡ് ചെയ്ത ഒരു ബിസ്ലേരി ബോട്ടലിന്റെ മുകളിലായി പോയി. ലെഫ്റ്റിലേക്ക് അങ്ങനെ തിരിച്ച് ക്ലിക്കുന്ന കേട്ട്. അപ്പൊ നമ്മൾ ഈ ആവേശത്തിൽ ഇരുന്നു ആളെ കൂടി കാല് വന്ന് വലിച്ച് നേരക്കിട്ട് തോർത്തുമുണ്ട് കെട്ടി അത് കഴിഞ്ഞ് മോണിറ്ററിന്റെ അടുത്ത് ഷോട്ട് നോക്കാൻ വേണ്ടി പോയപ്പോ വീണ്ടും തെറ്റി. അത് കഴിഞ്ഞിട്ട് അതേ 9:30 മണിക്ക് ഷൂട്ട് കഴിയുന്നതിൻ്റെ ഉള്ളിൽ 3 പ്രാവശ്യം തെറ്റിപ്പോയത്. പിന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും വീഴും. ആ കാല് വെച്ച് ഞാൻ കണ്ണൂര് പോയി ഇട്ട് പിന്നെ MRI ചെയ്തു. കാലിന്റെ താഴ് മുതൽ ഹീല് മുതൽ ഇവിടം വരെ പ്ലാസ്റ്റർ ഇട്ടാണ് പിന്നെ ഫൈറ്റ് ചെയ്തത്. ഇപ്പൊ ചേർത്തല ഫൈറ്റ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ച് ചേർത്തല കടപ്പുറത്ത് ഫുൾ പ്ലൈവുഡും വീൽ ചെയറും തന്നു പ്രൊഡ്യൂസർ. ഈ കാലിങ്ങനെ വെച്ചിട്ട് അതിലിരുന്നത്. അത് കഴിഞ്ഞു. പിന്നെ തണ്ടലിന് ഒരു വീഴ്ച വീണു, അങ്ങനെ പറ്റി. അതല്ലാതെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ അല്ലറ മുറിവ് പൊട്ട് വീഴ്ച, കാലൊടിയിലും ലിഗ്മെന്റ് വിഷയമാണ്. ഇപ്പോഴും ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും കയറ്റിറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ കൂടെ ഉണ്ടാവും. മഹേഷും ഉണ്ടാവും, സജേഷും 2 അസിസ്റ്റന്റ് എപ്പോഴും ഉണ്ടാവും, പിടിച്ച് പൊക്കാനും കയറ്റാനും ഒക്കെ. പക്ഷെ ക്യാമറ റോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും വിഷയമല്ല. പിന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ വന്നാലും പിന്നത്തെ കരച്ചില്. ഒരു ഫൈറ്റ് മാസ്റ്റർ ആവാന് ഒരാൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മെയിനായിട്ട് കളരി പഠിപ്പിക്കുന്ന ആളായാലും കരാട്ടെ പഠിപ്പിക്കുന്ന ഒരാളെ പഠിപ്പിക്കാൻ വേറൊരു കഴിവാണ്. ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു 2 പടത്തിൽ കൂടെ വന്നെങ്കിൽ ഒരാളെ കൊണ്ട് മാസ്റ്റർ ആവാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്ന മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ആളുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഒരു 2 ദിവസം വണ്ടി ഓടിക്കാൻ വന്നൊരു ഫൈറ്റ് മാസ്റ്റർ ആയ ആള് അല്ല, സത്യം ഇൻസൾട്ട് ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്റെ കൂടെ പ്രാപ്തരായ 2 ആളുണ്ട്. കാരണം ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ ഉള്ള 2 ഒരു സജേഷ് കരുതാപ്പള്ളി എന്ന് പറഞ്ഞൊരു ഫൈറ്റ് വളരെ സീനിയർ മാസ്റ്റർ. പക്ഷെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ താല്പര്യമില്ല, കാരണം അത് ഈസിയല്ല. പക്ഷെ അതേപോലെ ചിറ്റൂരുള്ളൊരു ഷാജഹാൻ എന്ന് പറഞ്ഞു, അവൻ വളരെ കാലങ്ങളായിട്ടുള്ളതാണ്. അത്യാവശ്യം ഒരു തമിഴ് കൾച്ചറും കൂടിയാണ്, പാലക്കാട് ബോർഡറാണല്ലോ. അപ്പൊ ആള് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാറ്. അപ്പൊ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് അതിനോട് കപ്പാസിറ്റി ഉണ്ട്. അത് കാലങ്ങളായിട്ട് ഉള്ളതിന്റെ പേരിലാണ്. പ്രാക്ടീസ് വേണം. അത് തന്നെയല്ലേ. ഇപ്പൊ ഡയറക്ടർ നമ്മുടെ അടുത്തൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നായകന്റെ അടുത്ത് വില്ലന്മാര് നടന്നു വരുന്നു. ആദ്യം നായകന് 3 ഇടി കൊള്ളുന്നു. പിന്നെ ഇത് സ്ഥിരമുള്ളൊരു സാധനമല്ല. ഇന്ന് സിനിമ അങ്ങനെയല്ല. ഇന്ന് കാലം അച്ചടി ഭാഷ മാറി. നാച്ചുറൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെയുള്ള സംസാരങ്ങളായി സിനിമ. അപ്പൊ ആക്ഷനിലും അതേപോലെ നല്ല മാറ്റങ്ങൾ വന്നു. അപ്പൊ ഞാൻ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വളരെ കുറഞ്ഞ പടങ്ങൾ, ഇപ്പൊ സൂരജ് ടോം അദ്ദേഹത്തിന്റെ പടം, അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സിന്റെ പടം നിർബന്ധമായിട്ട് കഥ കേട്ടിരിക്കണം. അദ്ദേഹത്തിന്റെ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞൊരു പടം ഫുൾ സ്റ്റോറി ഓഫീസിൽ വന്ന് കേട്ടിട്ടാണ് ഫൈറ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ വിശേഷം എന്ന് പറഞ്ഞൊരു പടം, അതും ഫുൾ സ്റ്റോറി കേട്ടതിന് ശേഷം. അതുകൊണ്ട് നമുക്ക് ഗുണവും എന്താണ് ആ ഫൈറ്റ് നടക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവരടിക്കുന്നത്, അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അതിലെ ഇടുക്കി അയാളുടെ മനസ്സിലുണ്ടാവും. ഒന്നില്ല അയാളുടെ പെങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടായിരിക്കും ഇയാളേറ്റ് ഫൈറ്റ് നടക്കുന്നത്. അല്ലെങ്കിൽ പെങ്ങളുടെ സമ്മതത്തോടു കൂടി ഇയാളെ കൂടെ വിളിച്ചോടി പോയിട്ട് പെട്ടെന്ന് ഇതിപ്പോ അയാൾ പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. ഇതൊക്കെ ഒരേ മൈൻഡല്ലേ മനുഷ്യന്. അപ്പൊ അത് ചോദിക്കാൻ ചെല്ലുന്ന ഒരാളുടെ വികാരവും ആ ടൈപ്പിലായിരിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞപ്പോ ഞാൻ എക്സിക്യൂഷൻ ചെയ്യുന്ന ടൈമിൽ ഫൈറ്റ് മാസ്റ്റർ വന്ന ഡയറക്ടർ പോകും. ഇപ്പോഴുള്ള ഡയറക്ടേഴ്സ് കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ പറയും, സാർ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ചീഫ് അസോസിയേറ്റിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചേക്കട്ടെ. ഇല്ല പക്ഷെ ഞാനെങ്കിലും പോലെ. കാരണം എന്താ, ഞാനിപ്പോ ഒരാളെ എന്തെങ്കിലും ചെയ്തു ആ ഷോട്ട് എനിക്കും ഓക്കെ ആയിരിക്കാം, ഫ്രെയിം ബേസിൽ ആക്ഷൻ ബേസിലൊക്കെ എനിക്കും ഓക്കെ ആയിരിക്കാം. ക്യാരക്ടർ ബേസിൽ ഇവരുടെ റിയാക്ഷനിൽ വ്യത്യാസം ഉണ്ടോന്ന് ഡയറക്ടറൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോളാം എന്നെ പറയുള്ളൂ. പിന്നെ ഒരു മാസ് എന്ന് പറയുമ്പോൾ വില്ലൻ നടന്നു വരുന്നതും ഹീറോ നടന്നു വരുന്ന ഒരു മ്യൂസിക് ബിൽഡപ്പിനുള്ള ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അടികൊണ്ട് വീണ ആ പെയിന്റ് ഏത് വശം വീഴുന്നു, ആ പെയിന്റ് റിയാക്ഷന്റെ ബേസ്, ആംഗിൾസ്, ലെൻസ്, അതിന്റെ BGM, എഫക്ട്, ഇങ്ങനെ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഫൈറ്റ് ആവുന്നത്, റിയാലിറ്റി വരുള്ളത്. അപ്പൊ ചോദിക്കും, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഓടിക്കാൻ വന്ന ഒരാള് ഫൈറ്റ് മാർഷായി പോയി, അവിടെ അപകടങ്ങളും ഉണ്ടായി, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ചോദിക്കുമല്ലോ, താങ്കൾ ആരെ കൂടെ എന്താ പഠിച്ചത്,
ഞാൻ ആരെ കൂടെ നിന്ന് ഫൈറ്റ് പഠിച്ചിട്ടില്ല. ഇല്ല. ഞാൻ ഒരാളുടെ കൂടെ പഠിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അതെ. കണ്ട് പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഉണ്ട് ഇപ്പൊ എന്റെ കൂടെ. ഇപ്പൊ നമുക്ക് പറ്റാത്ത ഫൈറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മളപ്പോ തന്നെ പറഞ്ഞു വിടുവരാ. അതായത് വേറെ ബാധ്യതകളൊന്നുമില്ല. നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് 67 വയസ്സായ അഷ്റഫ് ഗുരുക്കൾ ക്ഷീണിതനായാൽ മലയാള സിനിമക്ക് വേണ്ട. പെർ മന്ത് 55 to 60, 55 മുതൽ 60 സിനിമ വരെ ഞാൻ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ലൊക്കേഷനിലും നമുക്ക് കിട്ടുന്നത് വളരെ എനർജറ്റിക് ആണ്. അഷ്റഫ് ഗുരുക്കൾ വളരെ ഫാസ്റ്റാണ്. പണ്ടൊക്കെ മദ്രാസിൽ ഞാൻ മാനേജറായിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കൺട്രോളറായിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന കാലത്ത് ഒരു മാസ്റ്റർ വന്ന് ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് എടുക്കുമ്പോൾ മിനിമം 2 days അല്ലെങ്കിൽ 3 days. ഡ്യൂറേഷൻ എത്ര? 2.5 minute, 3 minute, 3.5 minute, കൂടി വന്നാൽ 4 minute. അതേ സാധനം തന്നെ നമ്മളിപ്പോ 2 minute, 3.5 minute ലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കാരണം പ്രൊഡ്യൂസർ സേവ് ചെയ്യുക, സമയം മാക്സിമം ക്വാളിറ്റി ഉണ്ടാക്കുക, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ അതിനൊക്കെ ഫുള്ളി ഇപ്പൊ എന്റെ മാത്രം കഴിവുകൊണ്ട് നടക്കൂല. ക്യാമറമാന്റെ വളരെ ശക്തമായ ഒരു സഹകരണം ഇതിലുണ്ടാവും. ലേറ്റ് ആൻഡ് യൂണിറ്റിന്റെ ഉണ്ടാവും. ഈവൻ പ്രൊഡക്ഷൻ പോയി വരും. നമ്മൾ തളർന്നു നിൽക്കുമ്പോൾ വെള്ളം കൊണ്ട് തരാൻ വഴിയോ ഡിലേ ഇല്ലേ. അപ്പൊ എല്ലാവരും വലിയൊരു സഹകരണം ഉണ്ടാവും. അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മളുടെ ഫൈറ്റ് മാർഷൽ എന്നുള്ള ലക്ഷ്യം. ഫൈറ്റ് മേഖല എന്ന് പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു മേഖലയാണല്ലോ. ഒരു ദിവസം വന്നവന് ഒരു 2 ദിവസം കൊണ്ടോ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. അവിടെ നമ്മൾ ഈ ഓരോ ആർട്ടിസ്റ്റിന്റെ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ മമ്മൂക്ക ചെയ്യണ മാതിരി ലാൽ സാർ ചെയ്യണമെന്നില്ല. ലാൽ സാർ ചെയ്യണ മാതിരി മമ്മൂക്ക ചെയ്യണമെന്നില്ല. അമിതാഭ് ബച്ചൻ ചെയ്ത മാതിരി ധർമ്മേന്ദ്ര ചെയ്തിട്ടില്ല. ധർമ്മേന്ദ്ര ചെയ്ത മാതിരി സുനിൽ ദത്ത് ചെയ്തിട്ടില്ല. MGR ചെയ്ത പോലെ ശിവാജി ഗണേശൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ ഫിസിക്കലി ഒരാൾക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള അയാളുടെ ബോഡി ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആക്കാം. അത് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റിനോട് സാർ ഒന്ന് ഇവിടെ ഒന്ന് ചവിട്ടു ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇവിടത്തോളം വരുള്ളൂ, പിന്നെ പൊക്കിക്കാൻ പാടില്ല. കാരണം പൊങ്ങത്തില്ല. അപ്പൊ പിന്നെ മറ്റുള്ള അത്തരം ക്രൂസിന്റെ ഇടയിൽ ഇൻസൾട്ടിങ് ആയി അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. സാർ കറക്റ്റ് സാർ, ഇവിടെ വന്ന് ഇവിടെ വേണ്ട സാർ, നമുക്ക് ഇവിടെ ചവിട്ടാം, എന്നിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തു പോകുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന് നമ്മൾ കൺവീൻ ആവും. അവർക്കും നമ്മള് ഭയങ്കര കമ്പനിയാവും. നമ്മൾ എന്താ വീക്ക്നെസ് അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ കാര്യം പൊങ്ങത്തില്ല. പക്ഷെ എങ്കിലും ആ കുറവ് ഈ കൊറിയോഗ്രാഫിയിൽ അദ്ദേഹം വരുത്തുന്നില്ല. അപ്പൊ നല്ല സഹകരണം. ഞാനിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ മേഘലാരാജ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അവർ വന്ന കാര്യം പറഞ്ഞ മലയാളത്തിൽ ഇത്രയും സിനിമ ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയ ഒരു ആക്ഷൻ ആയിട്ടുള്ള എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത് ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവര്. അതുപോലെ തന്നെ എന്റെ കോമൽ രാജു ഇതേമാതിരി എന്റെ വാളിന്റെ ഒരു സീക്വൻസ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷനൂബ് എന്ന് പറഞ്ഞൊരു ഫൈറ്റർ ഉണ്ട്. അവന് ഈ വാള് വീശിങ്ങായിരുന്നു കൈമിട്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ പിടിച്ചു. എനിക്കറിയില്ലേ. അപ്പൊ ഞാൻ ഒന്നുകൂടി കളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. അതായത് ഈ വാള് ഇങ്ങനെ വീശി ഇങ്ങനെ പിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ കറങ്ങി അതിന്റെ പിടിയുമ്പോഴാണ് ഈ പിടിക്കുന്നത്. ഒറിജിനലാ അവര് തന്നെ കൊണ്ടുവന്ന വാളാ. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ ഹീറോനെ കാണിച്ചു. സാർ നമ്മുടെ ഫൈറ്റ് ഇതൊന്ന് ആഡ് ചെയ്താൽ നന്നായിരിക്കും. നമുക്കത് ഒരു റബ്ബർ ബാൻഡോ കാര്യങ്ങളോ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല, ഇതാണ്. അപ്പൊ ഡെമ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് സ്റ്റഡി ചെയ്ത് 5-6 ടേക്ക് പോയത്. എനിക്കതിൽ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ആംഗിളിൽ നിന്ന് നല്ലൊരു ഷോട്ട് കിട്ടി. അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. 2 കട്ട് ഉപയോഗിക്കൂലായിരുന്നു. 2 കട്ട് ഉപയോഗിച്ചാൽ പ്രേക്ഷകർക്ക് അതിന്റെ ചതി മനസ്സിലാവും. കറങ്ങി ഇവിടുന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റീകട്ട് ചെയ്ത് വേറെ ആംഗിൾ വെച്ചെടുക്കുമ്പോൾ 2 കട്ടാന്ന് മനസ്സിലാവും. ഇപ്പൊ പിള്ളേർക്ക് വരെ അറിയാതെ ഈ സംഭവം. അതൊരു സിംഗിൾ ഷോട്ടിൽ ആ സാധനം. അപ്പൊ അത് ചില സാധനങ്ങൾ നമ്മൾ സന്ദർഭോചിതമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫൈറ്റ്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് ഓരോ ഫൈറ്റും ഗുരുക്കൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിരിക്കും. അതെ. കാരണം വെച്ച് കഴിഞ്ഞാല് പെങ്ങളെ കയറി പിടിക്കാൻ വന്നത് വേറെ രീതി. ഇത് ഈ ഫൈറ്റിനും ഇങ്ങനെ ഓരോ രീതികളുണ്ടല്ലേ, ഓരോ വികാരങ്ങളുണ്ടാവും. അതെ. ഇന്നിപ്പോ ഒരു ഫൈറ്റിന്റെ സംഭവം നമ്മളോട് പറഞ്ഞിങ്ങനെ ഇരിക്കാം. അതിൽ കുറച്ച് ക്യാഷ് കടം മേടിച്ച് 10-ാം തീയതി തരാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ ഗുണ്ടകളെ വിടുന്നു. അപ്പൊ വേറൊരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചേക്ക്. അപ്പൊ അതിന്റെ ഒരു രീതി വേറെ ആയിരിക്കും. എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇപ്പോഴാണ് അറിയുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവരെ കുറെ ആൾക്കാർ വിളിക്കുന്നു, പോയുന്നു, തല്ലുന്നു, ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ ഇത് ചെയ്യുന്നു. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ ഇപ്പൊ അപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനാണ് ചെയ്തത്. അപ്പൻ പടത്തിൽ ശരിക്കും ക്ലൈമാക്സ് ഫൈറ്റ് വേറൊരു മാഷാണ് എടുത്ത മാഷ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നേരെ നോക്കാൻ പോലും ധൈര്യം ഉണ്ടാവില്ല. എനിക്ക് അത്രക്കും വലിയൊരു മാഷ, പേര് പറയുന്നത് ശരിയാണ്, വളരെ ഫേമസ് മാഷാണ്. പക്ഷെ അത് രണ്ടാമത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് വേറൊരു മാഷാണ് ചെയ്തത്. മോശമായിട്ടല്ല, അവരുടെ സബ്ജക്റ്റില് അലൻസിയാറിനെ കൊല്ലാൻ വേണ്ടി വരുന്നതാണ് അഷ്റഫ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. ഞാൻ ആർട്ടിസ്റ്റിന്റെ പേരെ പറയുന്നു. അപ്പനായിട്ട് അഭിനയിക്കുന്ന അലൻസിയാർ സാറാണ്.
വില്ലനായിട്ട് അഭിനയിക്കുന്ന അഷ്റഫ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇപ്പൊ വിജയ് പടത്തിലും രജനി സാറിന്റെ പടത്തിലൊക്കെ വലിയ വളരെ വളരെ ഇപ്പൊ എടുത്തല്ല അദ്ദേഹത്തിന് പടഞ്ഞു. അയാള് സണ്ണി വൈമെന്ന് പിടിക്കലുണ്ട്. അപ്പഴെ കൊല്ലാൻ പോകുമ്പോ മകൻ വന്ന് തടയുന്നുണ്ട്. പക്ഷെ മകൻ ഇയാൾ അടിക്കുന്നില്ല. അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, ഈ കഥ മൊത്തം കേട്ടപ്പോ പറഞ്ഞു, അപ്പൊ ഈ അഷ്റഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർക്ക് ലെൻസിയാറിനെ കൊല്ലണം എന്നുള്ള ലക്ഷ്യമുള്ളൂ സാറേ. അപ്പൊ മറ്റുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത അയാൾ പോയപ്പോൾ അവിടെ ഒരു അടിയുടെ ആവശ്യം തോന്നിയില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇയാൾ പോകുന്നത് വലുത് മാറിക്കിടത്, എനിക്ക് അതാണ് ലക്ഷ്യം. ഇയാളൊന്നും ചെയ്യുന്നില്ല, എല്ലാത്തിനും തള്ളി മാറ്റുന്നതാണ്. നിലത്ത് പോലും വീഴുന്നില്ല അവര്. നമ്മളെ പവർ, അയാളെ കൊല്ലണം എന്നുള്ള ഒരു പവർ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ ആവശ്യം. അവിടുത്തെ ഫീൽ അതാണ്. അതേമാതിരി തന്നെ ടർക്കിഷ് തർക്കം, അത് ഇതേമാതിരി തന്നെ. അത് സണ്ണിവേൻ എന്നോട് പറഞ്ഞാൽ നിൽക്കാതെ ഒരു 3 മണിയാകുമ്പോ തീർത്തു പോകാൻ ഞാൻ അന്ന് കണ്ടേക്കാണ്, ഒന്ന് വന്ന് ചെയ്യണം. അതും വേറൊരു ഭാഷ ചെയ്താണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കബറടക്കം നടക്കുന്നു. ആ കബറടക്കം നടക്കിക്കൊടുത്ത് മുസ്ലിം സബ്ജക്റ്റാണ്. അവർ പോവാൻ നേരത്ത് കബറിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു വീട്ടിൽ തുറന്നു നോക്കാന്ന് പറയുന്നത്, ഒരു വീട്ടിൽ വേണ്ടെന്ന് പറയുന്ന അടിയാ വീഴും. അപ്പൊ ആ ടൈം ഒരു പിരീഡ് ഉണ്ടാക്കാൻ. അപ്പൊ ഇന്നത്തെ അടിയല്ലല്ലോ അന്നത്തെ അടി, ഒരു നാടൻ സാധനമാണ്. അവിടെ ആ കൊറിയോഗ്രാഫ് അവർക്ക് ഇഷ്ടമായില്ല. അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത്. ആ പരീക്ഷണം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിജയിക്കുന്നു. അവർക്ക് എന്താണ് വേണമെന്നുള്ള മനസ്സിലാക്കാനാണ്. എന്നിട്ട് അത് കൊടുത്താൽ മതി. അല്ലാണ്ട് പുതിയതായിട്ട് ചെല്ലുന്നോടത്ത് എനിക്ക് ഒരുപാട് ചെയ്യാൻ അറിയാന്നുള്ള സാധനം ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല. അത് കാണിക്കാൻ അവസരം ഈശ്വരൻ തരും നമുക്ക് അവിടെ കാണിക്കാൻ. ഇവിടെ ഒരു ചെറിയ സാധനം വേണ്ടു ഡയറക്ടർക്ക്, അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റിന്റെ മുമ്പാകെ ഞാൻ വലിയവനാണ്, എനിക്ക് ഇതൊന്ന് കാണിച്ചേക്കാന്ന് തോന്നി അവിടെ പരാജയം പോകും. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനം മാത്രം കൊടുക്കുക, അതിനുള്ള സമയം മാത്രം പ്രൊഡ്യൂസറുടെ ചെലവാക്കുക. ഗുരുക്കള് കുറച്ചു കാലമായിട്ട് അങ്ങനെ സിനിമയിലൊന്നും സജീവമായിരുന്നില്ല. ഇപ്പൊ പിന്നീട് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. എന്തായിരുന്നു അതിന് കാരണം? അത് കുറച്ച് കാലം മുമ്പാണ്. എനിക്ക് തോന്നുന്ന ഒരു 13 വർഷമായില്ല. അതെനിക്ക് ചെറിയൊരു അസുഖം, അതായത് ക്യാൻസർ. ആളുകൾ പറഞ്ഞ ബിൽഡപ്പായിട്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. ഞാൻ അതിന് വളരെ നിസ്സാരമായിട്ടാണ്. എനിക്ക് നാവിലായിരുന്നു ക്യാൻസർ വന്നത്. അപ്പൊ ആ നാവിൽ ക്യാൻസർ വന്നു. അത് ഞാൻ പാളയം മാർക്കറ്റിൽ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു പാച്ച് നാവിൽ ഞാൻ കണ്ടു തുടങ്ങി. പാളയം മാർക്കറ്റിൽ ഫൈറ്റ് നടക്കുമ്പോൾ ഉച്ചക്ക് 1 മണിക്ക് ബ്രേക്ക് ചെയ്യുന്നുള്ള സ്വഭാവമുണ്ട് സിനിമ. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി, ടൈം കുറവൊക്കെ കൂടി കണ്ട് വിത്തൗട്ട് ബ്രേക്കിൽ പോയപ്പോൾ സാൻഡ്വിച്ചും കൊക്കോക്കോളയും കൊടുത്തു. ഞാൻ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. അപ്പൊ അത് തിരക്കിനി ആ കോള പിടിച്ച് ഇതിങ്ങനെ കടിച്ച് ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇരുമ്പിന്റെ ചുവ തോന്നി. അത് ബ്ലഡ് വായതിൽ നടന്നുപോയി. കാരണം ആ ഭാഗം വീണ്ടും ഒന്നുകൂടി കൂട്ടി കടിച്ചു. അപ്പൊ ഞാനിവിടെ ആലുവയിലുള്ള ഡോക്ടർ ജിജോ പോളിൽ വിളിച്ച എൻ്റെ ഫ്രണ്ടായിരുന്നു, മഴവഞ്ചേരി. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അപ്പൊ ഒരു പല്ല് കുറച്ച് ഗ്രൈൻഡ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവൻ ഇമ്മീഡിയറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സി ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് ക്യാൻസറാണ് മനസ്സിലായി. അപ്പൊ എനിക്ക് പേടി ഉണ്ടായില്ല. പേടിയില്ലാന്ന് വെറുതെ പറയുന്നല്ല, പേടി ഉണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പെൺകുട്ടികൾ, ഏറ്റവും ഏത് മോൻ. അപ്പൊ അതിലെനിക്ക് വന്ന് 2 ആളുടെ വിവാഹത്തെ കഴിഞ്ഞിട്ടുള്ളൂ. 2 3 ആളുടെ കഴിഞ്ഞു, അല്ല 3 ആളുടെ കഴിഞ്ഞു. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അതിന് താഴെ ഒരു മോനുണ്ട്. ഇവരുടെ ഏക ആശ്രയം ഞാനാണ്. അപ്പൊ അത് ഇനി എങ്ങനെ എനിക്ക് സമ്മാനിക്കാൻ പറ്റും? പിന്നെ അത് തന്നെ ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ള പോലെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ സ്ഥിരീകരണം വരുന്നത്, അത് ക്യാൻസറാണ്. നമ്മൾ പിന്നെ അതിന് വേണ്ടി വേറെ ആയുർവേദങ്ങളോ അല്ലെങ്കിൽ പല ആളുകളുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കാം. അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്നുള്ളതിലേക്ക് പോവാതെ മരുമക്കൾ, അതായത് മകളുടെ ഭർത്താക്കന്മാരും എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് പോലെ വെച്ചു നേരെ RCCയിലേക്ക് പോകുന്നു. അപ്പോൾ RCC ചെന്ന് എന്തോ എനിക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയവളാണ്. കാരണം ഈ നിയറസ്റ്റ് ഡേയിൽ ചെയ്യേണ്ട ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ തന്നെ പ്രഷർ കൂടിയിട്ട് ആ ഓപ്പറേഷൻ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് കയറാൻ കഴിയും. അത് സെക്കൻഡറി സ്റ്റേജിൽ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പേരിൽ നാവിൻ്റെ ഒരു പോർഷൻ, പിന്നെ ഇവിടെ നിന്ന് ഇവിടത്തോളം ഓപ്പറേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ബോൾ റിമൂവ് ചെയ്തു. പല്ലുകൾ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു. ഒറിജിനൽ പല്ല് 3 എണ്ണം ഉള്ളൂ. ഇപ്പൊ ഈ ആക്ഷനും കട്ടും ഭയങ്കര സൗണ്ടിലാണ് ഞാൻ പറയാറ്. പല ആളുകളും ചെവിടിൻ്റെ അടുത്ത് ഞെട്ടാറുണ്ട്. ഈ കട്ട് പറയുമ്പോൾ പല്ല് ഊരി തെറിച്ച വലിയ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. കാരണം ഒരു ചെന്നൈയിൽ നിന്ന് വന്നൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ചോദിച്ചായിരുന്നു, മാഷ പാത്താ ரொம்ப ഏജ് ആയിരിക്കുന്നത്, ആണോ വന്ന് പല്ലെല്ലാം വന്ന്. അപ്പൊ ഞാൻ ഉടനെ അവരോട് ചോദിച്ചു, പുന്നകരിച്ച് കെയർ വിജയമാരും ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല മേഡം, ഇതെല്ലാം റിമൂവൽ എപ്പോൾ ഉള്ളാലും വാഷ് പള്ള ക്ലീൻ പള്ളാണ് എല്ലാം വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ ടൈമിൽ ഞാൻ കുറച്ച് സിനിമയിൽ നിന്ന് ഗ്യാപ്പ് എടുത്തു. ആ ഗ്യാപ്പിന് ശേഷം ആണ് പിന്നെ എക്സിക്യൂഷൻ നിർത്തിയത് ഞാൻ. കാരണം എനിക്ക് തന്നെ തോന്നിയത്, കാരണം
ഇത്രയും വലിയൊരു അസുഖം ആളുകൾ പറയുന്ന അസുഖമുള്ള വരുന്നത്. അങ്ങനെ ഒരു അസുഖം വന്നിട്ട് നമ്മൾ തളർന്നിരിക്കാതെ അതിനെ അതിജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ തളർന്നിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് തളർന്നിരിക്കാൻ കഴിയില്ല. എൻ്റെ വീടിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു നമ്മളെ ഒരു ആവേശത്തോടു കൂടി ധൈര്യത്തോടു കൂടി നിന്നതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഇപ്പം എല്ലാം ആക്ഷനിലേക്കും തിരിഞ്ഞു വന്നപ്പോൾ പിന്നെ എല്ലാം സേഫായി. നല്ലൊരു ബാധിച്ച പണച്ചെലവ് ഒരു അസുഖത്തിന്, അതാണ് ആളുകളിലേക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അപ്പം എനിക്ക് അവിടെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ അസുഖത്തിൻ്റെ എനിക്ക് തോന്നുന്നു 90% ദിലീപാണ് ചെയ്തത്. പിന്നെ രഞ്ജിത്തേട്ടൻ, എം രഞ്ജിത്ത് ആണ് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ എക്സിക്യൂഷൻ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പടങ്ങളും പിന്നെ അദ്ദേഹം കൺട്രോളായിരിക്കുന്ന പടത്തിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാൻ. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു എപ്പോഴും. എല്ലാ ചലച്ചിത്ര അക്കാദമി തുടങ്ങി പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാ സ്ഥലത്തും രഞ്ജിത്തേട്ടനാണ് വിളിച്ച് പറഞ്ഞ് കൂടെ തന്നെ ഉണ്ടായിരുന്നു RCC അദ്ദേഹം. അത് വലിയൊരു ആശ്വാസമാണ് സത്യം. അല്ല, നമുക്ക് പണം മാത്രമല്ല, ഒരാള് നമുക്ക് താങ്ങായിട്ട് ഒന്നും പേടിക്കേണ്ട അവരുകളെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. ആ രഞ്ജിത്തേട്ടനാണ് ദിലീപിനെ വിളിച്ച് പറയുന്നത്, എൻ്റെ മുന്നിൽ വെച്ചാൽ വിളിച്ച് പറയുന്നത്. ദിലീപൊക്കെ ഞെട്ടിപ്പോയത് കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം സൗണ്ട് തോമ DD വില്ലിയിൽ നടക്കുമ്പോൾ ഇതുപോലെ ഞാൻ മോനെ ചണ്ണുകൊണ്ട് വന്നവിടെ വന്നു, എന്നെ കണ്ടു, കുറച്ചു നേരം സംസാരിച്ച്. ഞാൻ തമാശക്കൊരു കോമഡി പറഞ്ഞത് ആൾക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ആയിപ്പോയി. അതിൽ ഈ മുറിഞ്ഞ മൂക്കാണല്ല. അന്ന് ഞാൻ സംസാരിച്ച അത്രയും മനസ്സിലാവൂല, ഇത് സ്ഫുടത ഉണ്ടായിരുന്നില്ല, ഈ നാവ് പോയിട്ട് അന്ന് പല്ല് വെച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ദിലീപ് ഏട്ടന് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പൊ ആളുടെ മുഖമൊക്കെ ആകെ മാറി. ഒരു ഫൈറ്റ് മാസ്റ്റർക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരിക എന്ന് പറയുമ്പോൾ അതും വെച്ച് വീണ്ടും ഈ ഫീൽഡിലോട്ട് തന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ടാസ്ക് ഞാൻ ചെയ്തത് എന്താണ്, അത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഇത്ര അസുഖങ്ങളും കാര്യങ്ങളും ചെല്ലുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മോൻ വർക്ക് ചെയ്യാനായിട്ടില്ല, വേറെ വരുമാനമില്ല. ആ ടൈമിലാണ് രാജേഷ് കണ്ണങ്കര എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിളിക്കുന്നത് സീരിയലിൽ ഫൈറ്റ് എടുക്കാൻ. അപ്പൊ ട്യൂബിലൂടെ ആയിരുന്നു എൻ്റെ ആഹാരം ഏകദേശം ഒരു 19-20 ദിവസം. അപ്പൊ ആ ടൈമിൽ ട്യൂബ് ഉണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ച് ക്ലിയർ ആവേണ്ട. അപ്പൊ രാജേഷ് കണ്ണങ്കരൻ ഞാൻ നല്ല കമ്പനിയാണ്. അപ്പൊ എന്നോട് ചോദിച്ച് വെറുതെ രാവിലെ എന്റെ ഫിറ്റാണോ, നൈറ്റാണ് ഫൈറ്റ്. എന്താ സാർ, ഞാൻ മോനെ കൊടുക്കാന്ന് പറഞ്ഞു. ആ മോനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പല്ലുവേന എടുത്തിരിക്കുന്നു പറഞ്ഞു. ഇത് പറയണ്ടെന്ന് പറഞ്ഞു, കാരണം ആ വർക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് അത്രയും പൈസ കിട്ടൂല. അന്നവൻ പറഞ്ഞില്ല, പല്ലെടുത്തേക്കാണ് സാറെ, കുഴപ്പമില്ല, എവിടെ വരണ്ടത് ഇന്ന സാറോട് പറഞ്ഞു. അതൊന്ന് നൈറ്റായിരുന്നു ഷൂ. അപ്പൊ ഞാൻ ഈ മൂക്കിൽ നിന്ന് ട്യൂബ് തലയിൽ വെച്ചൊരു മഫ്ലർ കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഒരു തണുപ്പ് സീസണാണ്. ഫൈറ്റ് തുടങ്ങി ഒരു അംബാസഡർ കാർ, നിവേദിതത്തിലെ വില്ലനും വേറൊരു ആർട്ടിസ്റ്റും കൂടി തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പൊ അംബാസഡർ കാർ നിർത്തി ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്നു, ഓപ്പോസിറ്റ് മകന് ചവിട്ടി വിട്ടത് ഞാൻ അംബാസഡർ കാറിന്റെ മുകളിലേക്ക് വീണ് തറയിൽ വീണു. ഇതാണ് ഫസ്റ്റ് ഷോട്ട് നമ്മൾ കൊറിയ ചെയ്ത്. ആർക്കും അറിയില്ല എനിക്ക് ക്യാൻസർ വന്ന ഓരോ കാര്യങ്ങളൊന്നും. ഞാൻ താഴെ വീണെണീച്ചപ്പോ എന്റെ തലേന്ന് മാറി മൂക്കിൽ ട്യൂബ് കണ്ടപ്പോ രാജേഷ് കണ്ണങ്കര ഓടിക്കൊണ്ടിരിച്ചു. ഇത് എന്താണ് കേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോഹൻ വിവരം പറഞ്ഞു, ഇന്നാണ് സംഭവം, ചെയ്യരുത്, കബഡി ഇരിക്കുക, കൊറിയോഗ്രാഫ് ചെയ്യുക. അവൻ ചെയ്യുന്നുണ്ട്, മകൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ വരാറുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്. ചെയ്ത പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആക്ഷനും കട്ടും പറഞ്ഞ് അവനാണ് ഞാൻ അങ്ങനെ കൈകൊണ്ട് കാണിച്ചോളൂ. പിന്നെ ഇറങ്ങിയില്ലേ, അത് ആത്മധൈര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, നമ്മ പതറിക്കഴിഞ്ഞാൽ പോയി. പതറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്താണ് ക്യാൻസറിന്റെ വഴി, അഷഫ് ഗുരുക്കളുടെ വഴി. അതേപോലെ ഗുരുക്കൾ ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചുവരവ് ഏത് സിനിമയിലൂടെയായിരുന്നു? തിരിച്ച് ഞാൻ എക്സിക്യൂഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആഡ് ഫിലിംസ് ആണ് കൂടുതലും ചെയ്തത്. ഇപ്പൊ ഈ ആഡ് ഫിലിം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ തന്നെ ഒരു 6 മണിക്ക് ഒരു ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ 7 മണിക്ക് പിക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു വണ്ടി വരാൻ ചിലപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ട് അവരെ കാൽക്കുലേഷൻ തെറ്റി അല്പം ലേറ്റ് ആയത് എനിക്ക് BP കൂടും, ചുണ്ട് പെട്ടെന്ന് കൂടും. അങ്ങനെ വന്നപ്പോൾ പിന്നെ വീട്ടുകാരും പറഞ്ഞ് ആ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആക്ഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു. അന്നൊന്നും അത്ര തിരക്കല്ലായിരുന്നു. വർഷത്തിൽ ചിലപ്പോൾ 5-6 പടങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് യൂണിയൻ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ അവിടുത്തെ ടോപ്പ് കൺട്രോളേഴ്സിന്റെ പടങ്ങൾ അടുത്ത് ആടിലൊക്കെ എന്നെ വിളിക്കണമെങ്കിൽ ഇടത്തിറക്കും ഇതായിട്ടല്ലേ നമ്മളെ വിളിക്കുക. ആട് 3 വിളിച്ചു. വാഴ 2 നല്ലൊരു വേഷം ചെയ്തൊരു 3 ദിവസം അഭിനയിച്ചു. അതില് അത് നല്ലൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അത് ആദ്യം ഡബ് ചെയ്ത് പോകുന്നു. പിന്നീട് ഡബിങ്ങിന് ഒരു ചെറിയ വിഷയം ഉണ്ടോന്ന് കൂടി വന്നിരുന്നു പറഞ്ഞപ്പോ ഞാൻ എവിടെന്നോ ഫൈറ്റ് ചെയ്ത് എന്റെ സൗണ്ട് ആകി പോയി. അപ്പൊ ആ അന്ന് ചെയ്തതിന്റെ ഒരു പോർഷൻ ചെയ്തു വന്നപ്പോ ഇപ്പൊ ചെയ്തു അത് തമ്മിൽ ഭയങ്കര വേരിയേഷൻ. രണ്ടാമതൊരു ആക്ടറോട് പറ്റൂല, മൊത്തം അഴിച്ച് കളഞ്ഞിട്ട് ഈ സൗണ്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു. അതൊരു മുസ്ലിം ക്യാരക്ടറായി. ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ടൈമിങ്ങിൽ ഗുരുക്കൾക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരാരാണ്? എല്ലാവരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ
ഇപ്പൊ നമ്മുടെ അനുഭവം, ഇപ്പൊ ഞാൻ ലാൽ സാറിന് ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് തോന്നിയിരിക്കുന്നത് ലാൽ സാറാണ്. കർമ്മ പടങ്ങളിലൊക്കെ മമ്മൂക്ക വളരെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ രാജുവിന്റെ ഫൈറ്റ് ഭയങ്കര ഹെവിയാണ്. ടൈമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫൈറ്റ്. കാരണം ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കൂലി എന്ന് പറഞ്ഞൊരു പടം ബച്ചൻ സാറിന്റെ, അമിതാഭ് ബച്ചന്റെ ഒരു പടത്തില് ഒരു മിസ്സിംഗ് ആണ്. ഒരു ടേബിളിന്റെ 4 മൂല ഉണ്ടാവില്ല, അതിന്റെ ഒരു മൂലം വെച്ചെന്ന് വയറടിച്ചിട്ട് അകത്തൊക്കെ കുടല് മുറിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ റോപ്പ് പൊട്ടിയിട്ട് മലയാളത്തിൽ തന്നെ ഈ അടുത്ത് എനിക്ക് 2 കൊല്ലം മുന്നേ ഏതൊരു ആർട്ടിസ്റ്റിന് ഇതേമാതിരി സംഭവിച്ചു. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നല്ലേ പലതും. ഇപ്പൊ ഈ റാമ്പിന്റെ മുകളിൽ വണ്ടി കയറി ഇങ്ങനെ മറിഞ്ഞു വരും, അത് വന്ന് ജിമ്പലും സാധനമൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് പോയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറിയൊരു വ്യത്യാസം. ഇപ്പൊ ഈ അടുത്തൊരു ഫൈറ്റർ മരിച്ചല്ലോ, ഒരു വണ്ടി ജമ്പ് ചെയ്തു വന്നു. ഞാനിപ്പോ ആക്ഷൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇപ്പൊ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലോഷൻ തേച്ചിട്ടാണ് ബോഡി ഫയർ ചെയ്യുന്നത്. ഇപ്പൊ ഫുൾ ബോഡി ഫയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ലോഷൻ തേച്ചിട്ടാണ്. അപ്പൊ അത് നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ഈ ചെറിയ മലയാള പടം ചെയ്യുന്ന ടൈമിൽ ഒന്നും ഒരു ബോഡി ഫയർ എന്ന് പറഞ്ഞ പഴയ ത്യാഗരാജ മാഷി ചെയ്തു വന്ന വാഴപ്പോളുടെ ഉള്ളിൽ സോഡ ഒഴിച്ച് കോട്ടം കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോ ഒരു പ്രത്യേക തരം പൊടി, ഒരു പൗഡർ ഉണ്ട്, അതിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ പൊടിയിൽ തുണി മുക്കി ഉണക്കി അതുപോലെ വർക്ക്ഷോപ്പുകൾ ഇടുന്ന മാതിരത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സോഡയൊക്കെ ഒഴിച്ച് കെട്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അതും കെട്ടിവെക്കുന്ന ഇപ്പൊ നമ്മൾ ബോഡി മൊത്തം കത്തുന്നു, ഓക്കെ, ഫയർ പ്രൊട്ടക്ഷൻ ആണെന്ന് നോക്കാം. പക്ഷെ ഈ SR അപ്ലൈ ഈ SR ആണ് കത്തുന്നത്. ഈ SR നമ്മൾ തിന്നിന്ന് ഇങ്ങനെ എടുത്ത് വരുന്ന ടൈമിൽ ഇവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ടാവും, നമ്മ അറിയില്ല. ഇവിടെ നമുക്ക് ഈ ഹൈറ്റിൽ ഫ്ലെയിം ഉണ്ടാവും, പൊള്ളില്ല. അപ്പൊ ഈ സാധനം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ സിഗരറ്റിന്റെ കൊള്ളി ഇങ്ങനെ കത്തിക്കുമ്പോൾ ചിക്കുന്ന രസം വെള്ളം ഇങ്ങനെയോ അത്ര സാധനങ്ങൾ ഒരു തുള്ളി വീണാല്. അപ്പൊ അതുവരെ നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണം. ഈ കത്തുന്നതിന്റെ ഇടയിൽ കെട്ടിയിരിക്കുന്ന വള്ളി വരെ നമ്മൾ ഇട്ടാൽ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫഹദ് സാറിന്റെ പടം ഒന്നുണ്ട്, ഒരു പടത്തില് വിജിലീഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന്റെ ഡ്യൂപ്പല്ലേ, ബോഡി എനിക്ക് തോന്നുന്നു 55% കത്തിപ്പോയി. അപ്പൊ ടൈമിങ് ഫൈറ്റിലായാലും ആക്ഷന്റെ ഓരോ സംഭവത്തിനും റോപ്പ് ചെയ്താലും വണ്ടി സ്കിഡ് ചെയ്താലും ഗ്ലാസ് ബ്രേക്ക് ചെയ്താലും, ഇപ്പൊ ഗ്ലാസ് ബ്രേക്ക് നമ്മൾ കാണുന്ന ഒരു ചില്ലിടിച്ച് പോലെ അത് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഷുഗർ ഗ്ലാസ് ആണ്. സോ അതിന്റെ അടിയിൽ ഫ്രെയിം ഔട്ടിൽ നിന്ന് ഒരു അടി, ഇയാളുടെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അടി ഉണ്ടാവും. ഈ ബോഡി ചെന്ന് ഗ്ലാസ്സിൽ ബ്രേക്ക് ചെയ്യുന്ന തൽസമയം ഒരു ചുറ്റിക വെച്ചിട്ട് അടിയിൽ ഒരു അടി അടിക്കുന്നുണ്ട്. ഈ അടിയും ഈ ഇടി മാറി കഴിഞ്ഞാൽ പൊട്ടത്തില്ല, ആൾ ബൗൺസ് ആവുമ്പോട്ട്. അതൊക്കെ ടൈമിങ്ങാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈസി ആയിട്ട് കാണുന്നില്ല കേട്ടോ, അതിന്റെ റിസ്ക് ആയിട്ട് മാന്യ പ്രേക്ഷകർ കാണുന്നത് വളരെ റിസ്ക് ആയിട്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ഫൈറ്റേഴ്സ് ആയാലും മറ്റുള്ളവരെങ്ങനെയാണ് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എന്റെ റൂമിൽ തന്നെ എല്ലാവരും കിടക്കും. എനിക്ക് കട്ടിലിൽ കിടക്കണം നിർബന്ധമുള്ള ഒരാളല്ല. കാരണം എനിക്ക് ഹിപ്പ് പെയിൻ ഉണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് കിടക്കലാണ്. അപ്പൊ ഞങ്ങൾ രാത്രി കഥയൊക്കെ പറഞ്ഞ് അന്നത്തെ അവരെ എന്തെങ്കിലും കുറ്റം കുറവുകളും കാര്യങ്ങളും എൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവരൊക്കെ കൂടി സംസാരിച്ച് നാളെ കൊറിയോഗ്രാഫ് ചെയ്യില്ല, നാളത്തേനെ കുറിച്ചൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാൽ കിടക്കുള്ളൂ. കാരണം അവരത്ര എഫർട്ട് എടുക്കുന്ന പിള്ളേരാണ്. ഈ ഗുരുക്കൾ എന്ന് പേര് വരാൻ മെയിൻ കാരണം എന്താണ്? ഗുരുക്കൾ എന്ന് പറഞ്ഞ പേര്, അത് കുരിക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു വീട്ടുപേരാണ്. ഗുരുക്കൾ എന്ന് പറയുന്നത് അധ്യാപകൻ, അതായത് ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരാൾക്കാണ് ആ പേര് വരുന്നത്. അപ്പൊ ഞാൻ കളരി പഠിപ്പിച്ചിരുന്ന കാലം എന്റെ പേര് ശരിക്കും മുഹമ്മദ് അഷ്റഫ് എന്നാണ്. അപ്പൊ അതിനിടക്ക് അഭ്യാസം പഠിപ്പിക്കുന്ന ഒരാളായപ്പോൾ ഗുരുക്കൾ എന്ന് വിളിക്കും. അത് ആദ്യം ഇങ്ങനെ ചില ആളുകൾ ഉസ്താദ് എന്ന് വിളിക്കുമായിരുന്നു, പിന്നീട് ചില ആളിന് ആശാനെന്ന് വിളിക്കും, പിന്നെ ചില ആളുകൾ ഗുരുക്കളെന്ന് വിളിക്കും. അപ്പൊ പഠിപ്പിക്കുന്ന ആളെ ഗുരുക്കളെന്ന് വിളിക്കും. പിന്നെ ടൈറ്റിൽ നെയിം അഷ്റഫ് ഗുരുക്കൾ. അങ്ങനെ കളരിയുടെ പേരിലാണ് സിനിമയിൽ എത്തിയതും അങ്ങനെ ഒരു പേരും കിട്ടിയത്.